എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളൊരു വേദനാജനകമായൊരു ന്യൂസ് കേട്ടു അല്ലേ? ഫേബ ജോസ് എന്ന് പറയുന്ന ഒരു 27-കാരി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് തൻ്റെ പ്രസവ സമയത്ത് മരണപ്പെട്ടു പോകുവാനായിട്ടിടയായി അല്ലേ? അപ്പോൾ ആ ഒരു ചോര കുഞ്ഞ് മാത്രം അവശേഷിച്ചു. ആ കുഞ്ഞ് മാത്രം എന്ന് ഞാൻ പറഞ്ഞത് അമ്മയും കുഞ്ഞു മാത്രം അവശേഷിച്ചു. കുഞ്ഞിന് സ്വന്തം അമ്മയുടെ മുഖമൊന്ന് കാണുവാനോ അല്ലെങ്കിൽ ആ ഒരു അമ്മിഞ്ഞപ്പാലൊന്ന് നുകരുവാനോ ഉള്ളൊരവസരം ആ കുഞ്ഞിന് ലഭിച്ചില്ല. ഇനി ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരി 9 മാസം അല്ലേ വയറ്റിൽ ചുമന്ന ഒരു കുഞ്ഞാണ്. 9 മാസം ചുമന്ന് ഒത്തിരി പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥനയോടെയൊക്കെ ആ സഹോദരി കാത്തിരുന്നതാണ്. പക്ഷേ അത് സഹോദരിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണുവാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല എന്നുള്ളത് നമ്മൾക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വേദനാജനകം തന്നെയാണ് അല്ലേ? കാരണം രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, ആ സഹോദരി മരണപ്പെട്ടു പോയതിനു ശേഷം അവർ ഓപ്പറേഷൻ ചെയ്ത് ആ കുഞ്ഞിനെ എടുക്കുകയാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, മറ്റൊരു കൂട്ടർ പറയുന്നു ആ കുഞ്ഞിനെ അവർ ഓപ്പറേഷൻ്റെ ടൈമിൽ പറ്റിയ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അതിന് യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സഹോദരി വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത്. എന്നിട്ട് അവിടെ നിന്നും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നത് എന്നുള്ള വാദവും ഉണ്ട്. ഓക്കെ, ഇനി എന്തായാലും അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ആ സഹോദരി മരണപ്പെട്ടു പോയി അല്ലേ? ഇനി അതിനകത്ത് മാനുഷിക നിലയിൽ നിന്ന് നമ്മൾക്കൊന്നും ചെയ്യുവാനായിട്ടില്ല. എനിവേ, അപ്പോൾ ആ കുടുംബത്തിനും ആ ഒരു ഹസ്ബൻഡിനും ആ 2 കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും ആ സഹോദരിയുടെ ഫാമിലിക്കുമൊക്കെ ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഇതിനകത്ത് നമ്മൾക്ക് പറയാനുള്ളൂ. കാരണം മരണം എന്ന് പറയുന്നത് ഒരിക്കലും എന്തൊക്കെ നമ്മൾ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കൂട്ടിയാലും നമ്മൾക്ക് ആ വേർപാട് എന്ന് പറയുന്നത് വേർപാട് തന്നെയാണ്. അതൊരു ശൂന്യത തന്നെയാണല്ലേ? അതിനെ നമ്മൾക്ക് എന്താ പറയുക, അതിനെ പെട്ടെന്ന് അങ്ങ് മായ്ച്ചു കളയുക എന്ന് പറയുന്നത് സാധ്യമല്ല. എന്നാൽ ദൈവത്തിനെ കൊണ്ട് പറ്റും. ദൈവത്തിന് ആ ഒരു മുറിവുണക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ദൈവത്തിന് പറ്റും. ദൈവം അത് ചെയ്യട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് ചെയ്യുവാനില്ല. ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. ഓർക്കുക, ഇന്നത്തെ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വലിയ ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കും. ഇനി ഏത് ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്താലും ജീവനും നമ്മളുടെ ഒരു ചികിത്സയും എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കരത്തിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ഇന്നത്തെ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരും നേഴ്സുമാരും അതുപോലുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇന്ന് വേറെ ഒരു ലോകത്താണ്. എന്ന് വെച്ചാൽ ഒരു ബിസി ലൈഫിലാണ് അവർ പോകുന്നത്. അതിനകത്തൊരു 50% റിയൽ ലൈഫിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഹോസ്പിറ്റലുകളിൽ നിന്നും ഡോക്ടർമാരും നേഴ്സുമാരും റീൽസ് എടുക്കുന്നു, അതിനെ അപ്ലോഡ് ചെയ്യുന്നു, അതിൻ്റെ കമൻറ്റുകൾ കാണുന്നു, ഹ്യൂജ് കമൻറ്റുകൾ കാണുന്നു, അതിൻ്റെ ഒരു ത്രില്ലിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം പലപ്പോഴും, അല്ലെങ്കിൽ സീരിയസ്നെസ് പലപ്പോഴും ഇവരൊക്കെ മറന്നു പോകാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ നേഴ്സുമാരുടെ കൈപ്പിഴയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഒരു പൊതുവായിട്ടുള്ളൊരു നിഗമനത്തിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറേയും കൂടിയൊക്കെ നമ്മൾക്ക് ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് വിശ്വസിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പണത്തിന് വേണ്ടി കഴുത്തറപ്പൻ പരിപാടികളാണ്. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ടാർഗറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ എത്ര അങ്ങനെ കേട്ടിരിക്കുന്നു. ഇപ്പോൾ വേണ്ട കൊച്ചി കേന്ദ്രീകരിച്ച അവയവ മാഫിയകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരും, ഇല്ലെങ്കിൽ അതവിടെ ഒതുങ്ങിത്തീരും. എനിവേ, എന്തായാലും അതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ജീവൻ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരത്തിൽ മാത്രം ഇരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നതിന് മുൻപേ ആണെങ്കിൽ പോലും എപ്പോഴാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോവുക. നല്ലൊരു ഡോക്ടറെ അല്ലെങ്കിൽ നല്ലൊരു നേഴ്സിനെ ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളത് ഇതിനകത്തെ പോംവഴിയുള്ളൂ. കാരണം ഇന്നവർ റീലിൻ്റെ ലോകത്താണ്, റീൽസിൻ്റെ ലോകത്താണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കും, അല്ലെങ്കിൽ അവർ ചോദിക്കും, ഞങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ എന്ന് ചോദിക്കും. വേണം, നിങ്ങൾക്കും റീൽസ് എടുക്കാം, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവശ്യമാണ്. പക്ഷേ അത് ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ടല്ല. ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് ഈ റീൽസ് എടുക്കുന്നവരെ നിശ്ചയമായിട്ടും അതിനൊരു കർശന നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് രോഗിയുടെ ജീവൻ വെച്ച് അമ്മാനമാടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ റീൽസ് അല്ല വേണ്ടുന്നത്, അവിടെ റിയാലിറ്റിയാണ് അവിടെ വേണ്ടുന്നത്. അതുകൊണ്ട് ഇവരെ അതിൽ നിന്ന്
പരിശീലിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ചുമതലയാണ്. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ്, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, അതൊക്കെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലുകളിലോ ഒക്കെ പോകുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണം. കാരണം എത്രയോ ഡോക്ടർമാരും നേഴ്സുമാരും എന്താണ് പ്രഷർ താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾക്ക് മാറ്റി നിർത്താനും പറ്റത്തില്ല. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് റീൽസ് ലൈഫിലോട്ട് മാറുവാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കാരണം നമ്മുടെ മുൻപിൽ വരുന്ന ഒരു രോഗി, നമ്മൾക്ക് ചിലപ്പോൾ ഒരു രോഗി വെറും ഒരു രോഗി മാത്രമായിരിക്കാം, പക്ഷേ അത് അങ്ങനെയല്ല. ഇപ്പോൾ ആ ഒരു ഫേബ എന്ന് പറയുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങളാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. ഇനി അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം ചെറുപ്പകാലത്ത് മാത്രമല്ല, ഒരു മകനെ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ലോങ് അവർക്ക് ഒരു അമ്മയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. അപ്പൻ്റെയും സാന്നിധ്യം അത്യാവശ്യം തന്നെയാണ്, അല്ലേ? കാരണം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് എല്ലാം ഇങ്ങനെ ഒരു കൂട്ടിയിണക്കി ഒരു കുടുംബത്തെ ഇങ്ങനെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നത്. അവിടെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അപ്പൻ്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്താണ്, ഈ അമ്മമാരുടെ കൈയൊന്ന് ചെല്ലണം. അത് നമ്മൾക്കറിയാം, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് മൂടി വെക്കുവാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഓർക്കുക, ഈ ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഒരു രോഗി മാത്രമാണ് വന്ന് കിടക്കുന്ന പേഷ്യൻ്റെങ്കിൽ എന്ന് വെച്ചാൽ, പക്ഷേ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചികിത്സ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഒരു രോഗിക്ക് വേണ്ടി ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ഇതിൻ്റെ എല്ലാം ഒരു ഉടയവൻ പൊക്കത്തിലിരിപ്പുണ്ട്. കാരണം ഈ ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ പൊക്കത്തിലിരിപ്പുണ്ട്. അത് ഏത് ജാതിയിൽപ്പെട്ടവനുമാകട്ടെ, അവൻ്റെ ഉടയവൻ പൊക്കത്തിലിരിപ്പുണ്ട്. അതിൻ്റെ മുൻപിൽ നിങ്ങൾ കണക്ക് കൊടുക്കാതെ പോകത്തില്ല. ഇനി നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കല്ലേറ് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ കണക്കും ആ ദൈവം നോക്കിക്കോളും കേട്ടോ. ആ ഒരു കാര്യത്തിലും യാതൊരു സംശയമില്ല. ഓർക്കുക, നമ്മളുടെ അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജാഗ്രത കുറവ് കൊണ്ട് ഒരു രോഗിയുടെ ജീവൻ നഷ്ടമായാൽ ഓർക്കുക, അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളായിരിക്കില്ല, നമ്മളുടെ തലമുറ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. ഇപ്പോഴത്തെ ആ ഒരു ഒഴുക്കിൽ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് നമ്മൾക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കോടതികളുടെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അനാസ്ഥകൾ കൂടിക്കൂടി വരുന്നത്. കാരണം ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ടാകും, ഇവർക്ക് അനാസ്ഥകൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഓർക്കുക, ഇതിനെല്ലാം അപ്പുറം കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ഉടയവനുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഫൈനൽ ജഡ്ജി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ അവരോട് കരുണ കാണിക്കുക. നമ്മളും പ്രശ്നങ്ങളും പ്രഷറുകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഡ്യൂട്ടിയുടെ ഉത്തരവാദിത്വം തിരിച്ചറിയുക. കാരണം അവരാരാണ്? അവരൊരു ജീവനാണ്, അല്ലേ? ഒരു ജീവനാണ് നമ്മളുടെ മുൻപിൽ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫേബ എന്ന ആ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? അമ്മ ജനിച്ചു വീണിട്ട് അമ്മയുടെ ഒരു മുലപ്പാല് പോലും അല്ലെങ്കിൽ അമ്മിഞ്ഞപ്പാല് പോലും നുണയുവാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു കുഞ്ഞ്, അതൊക്കെ നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മുൻപിൽ വരുന്ന രോഗികളോട് ഒരു കരുണയോടെ പെരുമാറുവാൻ, അനുഭാവത്തോടെ പെരുമാറുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളോട്, നമ്മളുടെ കുടുംബത്തോടും തലമുറകളോടും അനുഭാവം കാണിക്കുന്ന ഒരു ദൈവവുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കരുത്. മറുവശത്ത് നമ്മൾ അനാസ്ഥ കാണിച്ചാൽ, ജാഗ്രതക്കുറവ് കാണിച്ചാൽ നമ്മളോടും അതിൻ്റെ കണക്ക് ചോദിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ഈ സഹോദരിയും കുടുംബവും പ്രാർത്ഥിച്ചില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് അവരെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ ന്യൂസിൽ മാത്രമേ എനിക്ക് അവരെ പരിചയമുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ളവരോടാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക, അതല്ലാതെ വേറൊന്നും നമ്മൾക്ക് ചെയ്യുവാനില്ല. കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാ നമ്മളെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഓപ്പറേഷൻ ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മൾക്കൊരു മെഡിസിൻ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ മെഡിസിൻ തരുന്ന നേഴ്സോ അല്ലെങ്കിൽ അറ്റൻഡറോ ആരുമാകട്ടെ, അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സകലത്തെ നിയന്ത്രിക്കുന്ന ഉടയവൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കുന്ന യുവതികളോടും അവരുടെ പേരൻസിനോടും അവരുടെ ഒരു ഹസ്ബൻഡിനോടും ഒക്കെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. കാരണം ഭൂമിയിലോട്ട് വരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിഫലമാണ് ഭൂമിയിലോട്ട് ജനിച്ചു വീഴുവാനായിട്ട് പോകുന്നത്. അതിനെ നിസ്സാരമായിട്ട് കാണരുത്, അല്ലെങ്കിൽ ഇത് ഒരു സാധാരണ പ്രോസസ്സിംഗ് പോലെ നമ്മൾ കാണരുത്. അതിനെ വളരെ ഗൗരവത്തോടെ കണ്ട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാകുക. ഒരു നേരമൊക്കെ ഉപവസിച്ചു എന്ന് വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന മാതാവിന് ഒരു കുഴപ്പവും പറ്റത്തില്ല കേട്ടോ.
ഒന്നും പറ്റത്തില്ല. ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ ഉപവസിച്ചാൽ, അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം ഒന്ന് ഉപവസിച്ചാൽ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തയ്യാറാകാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നമ്മൾക്ക് ഇന്ന് ഈ ലോകത്തിൽ ജയിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പിശാച് ജീവനെതിരെ നോട്ടമിടുന്നത്, ചെറുപ്പക്കാരുടെ ജീവനെതിരെ നോട്ടമിടുന്നത്, അത് അവൻ്റെ ഒരു അജണ്ടയാണ്, ഒരു ഹിഡൻ അജണ്ടയാണ്. അതുകൊണ്ട് നമ്മളത് കണ്ടുണർന്ന് ഓരോ നിസ്സാര കാര്യത്തിൽ പോലും നമ്മൾ വിചാരിക്കും ഒരു പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. നമ്മൾക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ അവസാനം പെട്ടിയിലോട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾ ഒരുപാട് ആ ഒരു എക്സ്പീരിയൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക, സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. അത് മാത്രമേ നമ്മളുടെ മുൻപിലുള്ളൂ. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻപോട്ട് കാലെടുത്ത് വെക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയും ഉപവാസവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പും ഒരിക്കൽ കൂടെ ഞാനൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ മരണപ്പെട്ടു പോയ സഹോദരിയുടെ കുടുംബത്തിനും ആ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ദൈവം ആശ്വാസവും സംരക്ഷണവും തരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.